എന്തായിരിക്കും ഇനി എൻ്റെ ഭാവി? ഞാൻ എങ്ങനെ ജീവിക്കണം? അത് ഞാൻ പറഞ്ഞു തരണോ? സ്വാമിജി അറിവുള്ള ആളല്ലേ? അടുത്ത വീട്ടിൽ താമസിക്കണ കൃഷ്ണനോട് നമ്മൾ ചോദിക്കുകയാണ്, എടോ കൃഷ്ണ ഒന്ന് പറഞ്ഞു തരൂ, ഞാൻ എങ്ങനെ ജീവിക്കണം? അതുപോലെയാണ് ഈ ചോദ്യം. സ്വന്തം ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് മറ്റുള്ളവരോട് ചോദിക്കുക വളരെ രസമുള്ളൊരു കാര്യമാണത്. സ്വാമിജി എന്നെ പരിഹസിക്കുകയാണോ? പരിഹസിക്കപ്പെടേണ്ടവനാണ് താനെന്നുള്ള ഈ അപകർഷതാബോധം ആദ്യം മാറ്റുക, അതാ വേണ്ടത്. മലയാള സിനിമയുടെയും മലയാളിയുടെയും പ്രിയപ്പെട്ട ശ്രീനിവാസനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ആ മുഖത്തെ നിഷ്കളങ്കമായ ചിരിയും അതിലേറെ മൂർച്ചയുള്ള അദ്ദേഹത്തിന്റെ ആക്ഷേപഹാസ്യ ശരങ്ങളുമാണ്. സാധാരണക്കാരന്റെ വിഫലതകളെ വെള്ളിത്തിരയിൽ ഇത്രമേൽ സത്യസന്ധമായി ആവിഷ്കരിച്ച മറ്റൊരു പ്രതിഭ മലയാളത്തിലുണ്ടോ എന്ന് സംശയമാണ്. കറുത്ത ഹാസ്യത്തിലൂടെ, ബ്ലാക്ക് ഹ്യൂമറിലൂടെ സമൂഹത്തിന്റെ പൊള്ളത്തരങ്ങളെ അദ്ദേഹം പൊളിച്ചടുക്കി. ദാസനായും വിജയനായും നമ്മെ ചിരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മലയാളി കണ്ടത് സ്വന്തം പ്രതിബിംബത്തെ തന്നെയായിരുന്നു. തൊഴിലില്ലായ്മയും പ്രവാസിയും മധ്യവർഗ കുടുംബത്തിന്റെ നെട്ടോട്ടങ്ങളും ശ്രീനിവാസന്റെ തൂലികയിൽ നിന്ന് പിറന്നപ്പോൾ അത് വെറും സിനിമയല്ല, മറിച്ച് മലയാളി ജീവിതത്തിന്റെ നേർചിത്രമായി മാറി. രാഷ്ട്രീയത്തിലെയും ആത്മീയതയിലെയും കാപട്യങ്ങളെ അദ്ദേഹം ഭയമില്ലാതെ പരിഹസിച്ചു. സന്ദേശമെന്നൊരൊറ്റ സിനിമ മതി അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം മനസ്സിലാക്കാൻ. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ സിനിമയിലെ സംഭാഷണങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് കൃത്യമായി ചേരുന്നു. വടക്കുനോക്കി യന്ത്രം സാധാരണക്കാരന്റെ അപകർഷതാബോധത്തെ ഇത്രയും തീക്ഷ്ണമായി അവതരിപ്പിച്ച മറ്റൊരു സിനിമയുണ്ട്. തളത്തിൽ ദിനേശൻ ഇന്നും മലയാളിയുടെ മനസ്സിന്റെ ഒരു കോണിലുണ്ട്. ചിന്താവിഷ്ടയായ ശ്യാമള കുടുംബബന്ധങ്ങളിലെ ഉത്തരവാദിത്തങ്ങളും ആത്മീയതയെയും എത്ര മനോഹരമായാണ് അദ്ദേഹം ഇഴകീറി പരിശോധിച്ചത്. ശ്രീനിവാസൻ നമുക്ക് ചിരി മാത്രമല്ല നൽകിയത്, ആ ചിരിക്ക് പിന്നിൽ ഒളിപ്പിച്ചുവെച്ച വലിയ ചില സത്യങ്ങളുണ്ടായിരുന്നു. പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ തന്റെ ജീവിതാനുഭവങ്ങളെ സിനിമയാക്കിയപ്പോഴും അതിൽ അദ്ദേഹം ആത്മപരിഹാസം കലർത്തി. സ്വന്തം വീഴ്ചകളെ നോക്കി ചിരിക്കാൻ അദ്ദേഹം മലയാളിയെ പഠിപ്പിച്ചു. മലയാളിയുടെ ചിരിയെ ചിന്തയാക്കി മാറ്റിയ, പരിഹാസങ്ങളെ കനൽ പോലെ മൂർച്ചയുള്ളതാക്കിയ ഒരു വലിയ കലാകാരനാണ് നമ്മോട് വിട പറഞ്ഞത്. ശ്രീനിവാസൻ. ഈ പേര് കേൾക്കുമ്പോൾ ഓരോ മലയാളിയുടെയും ഉള്ളിൽ ആദ്യം ഉണരുക ഒരു നേർത്ത ചിരിയാണ്. എന്നാൽ ആ ചിരിക്കപ്പുറം നമ്മൾ കാണാതെ പോയ, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ച നമ്മുടെ തന്നെ പൊള്ളത്തരങ്ങളെ വിളിച്ചു പറയാൻ അദ്ദേഹത്തിന്റെ തൂലികയ്ക്കുള്ള ധൈര്യം മറ്റൊന്നിനും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തുമാത്രം എക്കണോമിക്സ് പഠിച്ചതാ, അതിൽ കുറച്ചെങ്കിലും ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കണ്ടേ? എക്കണോമിക്സ് is a science which studies human behavior. It's a relationship between ends and skirts means which have alternative uses. ഞാനിതൊന്നും നിന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഹീറോകളുടെ ലോകത്ത് വെളുത്ത കുപ്പായമിടാത്ത സാധാരണക്കാരനായ, തന്റെ കുറവുകളെ നോക്കി സ്വയം പരിഹസിക്കാൻ ധൈര്യം കാണിച്ച ഒരു നായകനായിരുന്നു അദ്ദേഹം. തൊഴിലില്ലായ്മയും പ്രവാസവും കുടുംബത്തിലെ വല്ലായ്മകളും ദാസനും വിജയനുമായി അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ അത് നമ്മുടെ തന്നെ ജീവിതമായിരുന്നു. രാഷ്ട്രീയത്തിലെ ജീർണതകളെ സന്ദേശത്തിലൂടെ അദ്ദേഹം പൊളിച്ചെടുക്കി. പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന ഡയലോഗ് ഇന്നും മുഴങ്ങുന്നത് അദ്ദേഹം രാഷ്ട്രീയ കാപട്യങ്ങളെ അത്ര ആഴത്തിൽ തിരിച്ചറിഞ്ഞു എന്നതുകൊണ്ടാണ്. വടക്കുനോക്കിയന്ത്രത്തിലെ തളത്തിൽ ദിനേശനായി അദ്ദേഹം മലയാളിയുടെ അപകർഷതാബോധത്തിന് പേരിട്ടു. ആത്മീയതയെയും കുടുംബബന്ധങ്ങളെയും ഇഴകീറി പരിശോധിച്ച ചിന്താവിഷ്ടയായ ശ്യാമള അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റിന്റെ മികവാണ്. അദ്ദേഹം നമുക്ക് വെറുമൊരു നടനോ എഴുത്തുകാരനോ സംവിധായകനോ മാത്രമായിരുന്നില്ല, മറിച്ച് നമ്മുടെ വീട്ടിലെ അംഗത്തെപ്പോലെ, അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരനെ പോലെ നമുക്ക് സുപരിചിതനായിരുന്നു. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ആ പ്രതിഭയ്ക്ക് പകരം വെക്കാൻ മറ്റൊരാളില്ല. മലയാളിയുടെ ചിരിക്കുന്ന ഒരു വിഷാദഭാവമുണ്ട്. കാരണം ചിരിയെ ചിന്തയാക്കി മാറ്റിയ, ആ ചിന്തയെ സമൂഹത്തിന്റെ കണ്ണാടിയാക്കി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനേട്ടൻ ഇന്ന് സ്മരണയായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ ഇടറുന്നത് സ്വാഭാവികം. അദ്ദേഹം നമുക്ക് വെറുമൊരു സിനിമാക്കാരനായിരുന്നില്ല, മറിച്ച് മലയാളി സ്വന്തം മുഖമായി കണ്ടിരുന്ന ഒരു സത്യസന്ധമായ കണ്ണാടിയായിരുന്നു. ഒരു കലാകാരൻ എങ്ങനെയായിരിക്കണമെന്നതിന് അദ്ദേഹം നൽകിയ മാതൃക വലുതാണ്. തന്റെ രൂപത്തെയോ ശബ്ദത്തെയോ അഭിനയത്തെയോ ഓർത്ത് അദ്ദേഹം ഒരിക്കലും അഹങ്കരിച്ചിട്ടില്ല, മറിച്ച് തന്റെ കുറവുകളെ ലോകത്തിനു മുന്നിൽ തുറന്നിട്ട് അതിനെ നോക്കി ചിരിക്കാൻ നമ്മെ പഠിപ്പിച്ചു. തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രത്തിലൂടെ നമ്മുടെ ഉള്ളിലെ അപകർഷതാബോധത്തിന് അദ്ദേഹം നൽകിയ മരുന്ന് ചിരിയായിരുന്നു. സ്വന്തം വീഴ്ചകളെ ആഘോഷമാക്കി മാറ്റിയ ആ മനസ്സിനേക്കാൾ വലിയൊരു വിപ്ലവം മറ്റെന്താണ്? ശ്രീനേട്ടന്റെ ഓരോ സിനിമയും ഓരോ പാഠപുസ്തകമായിരുന്നു. നമ്മൾ മടിക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് ആരുടെയും അനുവാദം വേണ്ടിയിരുന്നില്ല. ചില സന്യാസിമാര് ശൂന്യതയിൽ നിന്ന് സ്വർണമാലയും റിസ്റ്റ് വാച്ചൊക്കെ എടുക്കാറുണ്ടല്ലോ, ആ വിദ്യകള് പഠിക്കാൻ എന്താ വഴി? അതിനേതെങ്കിലും ഒരു മജീഷ്യനെ സമീപിച്ചാൽ മതി. സ്വർണമാലയും വാച്ചും എടുക്കുന്നത് മാജിക്കാണ്, അത് സിദ്ധിയാണ്.
ആ സിദ്ധിയെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് അത് മേജിക് എന്ന് പറഞ്ഞ് ബ്രഹ്മചാരി അതിനെ പുച്ഛിക്കുന്നത്. ആയിരിക്കാം. പക്ഷെ സിദ്ധി കൊണ്ട് ശൂന്യതയിൽ നിന്ന് സ്വർണ്ണമാല എടുക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് കുറെ ഗോതമ്പും അരിയും ശൂന്യതയിൽ നിന്ന് എടുത്തുകൂടാ? അങ്ങനെ തെക്കേ അമേരിക്കയിലും ഇന്ത്യയിലും ആഫ്രിക്കയിലും ഒക്കെ പട്ടിണി കിടന്ന് മരിക്കുന്ന പാവങ്ങളുടെ വിശപ്പ് മാറ്റിക്കൂടാ? ഈശ്വരൻ മാജിക്കാരനല്ല സ്വാമി. നമ്മുടെ ഉള്ളിലെ സ്നേഹമാണ് ഈശ്വരൻ, കർമ്മമാണ് ഈശ്വരൻ. നീ നിന്നെ അറിയുമ്പോൾ ദൈവത്തെ അറിയുന്നു. ആ തൂലിക ചലിക്കുമ്പോൾ സമൂഹത്തിലെ ജീർണതകൾക്ക് മുകളിൽ ഒരു കനൽ വീഴുന്നത് പോലെ നമുക്ക് തോന്നിയിരുന്നു. ശ്രീനിവാസന്റെ ഹാസ്യത്തിന് പിന്നിൽ ഒരു വലിയ ഗൗരവമുണ്ടായിരുന്നു. പട്ടിണിയും കഷ്ടപ്പാടും നിറഞ്ഞ തന്റെ പഴയ കാലത്തെ അദ്ദേഹം ഒരിക്കലും മറച്ചുവെച്ചില്ല. ആ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന് ജീവൻ നൽകിയത്. നമുക്ക് വലിയ വീടുകൾ വേണ്ട, ചെറിയ വീടുകൾ മതി, സ്നേഹമുള്ള വീടുകൾ മതി എന്ന് അദ്ദേഹം പറയുമ്പോൾ ജീവിതത്തിന്റെ ലളിതമായ തത്വചിന്തയാണ് നമുക്ക് മുന്നിൽ തെളിഞ്ഞത്. ഇന്ന് നമ്മുടെ വാക്കുകൾക്ക് മൗനത്തിന്റെ ഭാരമാണ്. ചിരിയുടെയും പരിഹാസത്തിന്റെയും സുൽത്താൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ യാത്രയാകുമ്പോൾ വാസ്തവത്തിൽ മുറിവേൽക്കുന്നത് ഓരോ മലയാളിയുടെയും സ്വകാര്യമായ ഓർമ്മകൾക്കാണ്. മറ്റുള്ളവരെ കളിയാക്കി ചിരിപ്പിക്കുക എന്നത് എളുപ്പമാണ്. എന്നാൽ സ്വന്തം കുറവുകളെയും വൈരൂപ്യങ്ങളെയും അരങ്ങിലെത്തിച്ച് അതിനെ നോക്കി ലോകത്തോട് ചിരിക്കാൻ പറയണമെങ്കിൽ വലിയൊരു മനസ്സ് വേണം. ആ വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹം തിരക്കഥയെഴുതിയ ഓരോ വരിയിലും നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തിനേറ്റ പ്രഹരങ്ങളുണ്ടായിരുന്നു. നമ്മൾ പുറത്തു പറയാൻ മടിച്ച നമ്മുടെ തന്നെ അപകർഷതാബോധമായിരുന്നു തളത്തിൽ ദിനേശനിലൂടെ അദ്ദേഹം കാട്ടിത്തന്നത്. ഒരു ശസ്ത്രക്രിയാ വിദഗ്ധന്റെ കൃത്യതയോടെയാണ് അദ്ദേഹം സമൂഹത്തിലെ ജീർണതകളെ കീറിമുറിച്ചത്. ദാരിദ്ര്യത്തിന്റെ കൈപ്പറഞ്ഞ ജീവിതത്തിൽ നിന്ന് വന്നതുകൊണ്ടാവാം പട്ടിണി കിടക്കുന്നവന്റെയും പണിയെടുക്കുന്നവന്റെയും ആത്മസംഘർഷങ്ങൾ അത്രമേൽ സത്യസന്ധമായി അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞത്. ദാസനും വിജയനും നമുക്ക് വെറും സിനിമാ കഥാപാത്രങ്ങളല്ല. അവർ നമ്മുടെ കൂടെ നടന്നു തോറ്റുപോയവരും എങ്കിലും പ്രത്യാശയോടെ ജീവിക്കുന്നവരുമായ നമ്മുടെ തന്നെ പ്രതിരൂപങ്ങളാണ്. സിനിമയിലെ ഗ്ലാമറിനും താരപ്രഭയ്ക്കും പിന്നാലെ പോകാതെ കറുത്ത ഹാസ്യത്തിലൂടെ സത്യങ്ങൾ വിളിച്ചു പറയാൻ അദ്ദേഹം കാണിച്ച ആർജവം ഇനി ഒരു കലാകാരനിലും നാം കണ്ടെന്നു വരില്ല. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണമെന്ന ലളിതമായ പാഠം പോലും എത്രമാത്രം ആഴത്തിലാണ് അദ്ദേഹം തന്റെ പരിഹാസങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. നമ്മുടെ നാട്ടിലെ ചായക്കടകളിലും കവലകളിലും പീഡികത്തിണ്ണകളിലും ഇരുന്ന് നമ്മൾ പറഞ്ഞു തീർത്ത കഥകളുണ്ട്. നമ്മൾ കണ്ടു ചിരിച്ച മനുഷ്യരുണ്ട്. അവരെയൊക്കെ ദൂരെയുള്ള ഒരു സിനിമ എന്ന വിസ്മയത്തിലേക്ക് പിടിച്ചു നടത്തിയ ഒരാളാണ് ഇന്ന് നമുക്കിടയിൽ നിന്ന് മൺമറഞ്ഞു പോയിരിക്കുന്നത്, ശ്രീനിവാസൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ നടനെന്നോ സംവിധായകനെന്നോ പറയുന്നതിനേക്കാൾ നമുക്കിഷ്ടം നമ്മുടെ നാട്ടിലെ ഒരു മനുഷ്യൻ എന്ന് പറയാനാണ്. ശ്രീനിവാസൻ ഒരിക്കലും കഥകൾ ഉണ്ടാക്കുകയായിരുന്നില്ല, മറിച്ച് അദ്ദേഹം കഥകൾ കണ്ടെത്തുകയായിരുന്നു. തന്റെ ചുറ്റുമുള്ള പച്ചയായ മനുഷ്യരെ അദ്ദേഹം ഒപ്പിയെടുത്തു. നമ്മുടെ നാട്ടിലെ അല്പം അഹങ്കാരികളെയും എപ്പോഴും വിപ്ലവം സംസാരിക്കുന്ന സാധാരണക്കാരനെയും ഗൾഫിൽ പോയി തളർന്നു തിരിച്ചു വന്ന അയൽക്കാരനുമൊക്കെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ കഥാപാത്രങ്ങളായി. നമ്മൾ പണ്ട് കണ്ടുമുട്ടിയ ഏതോ ഒരു തളത്തിൽ ദിനേശൻ ഇന്നും നമ്മുടെ നാട്ടിലുണ്ടാകാം. ആ മനുഷ്യരുടെ നിസ്സഹായതയും സങ്കടങ്ങളും അദ്ദേഹം സിനിമയാക്കിയപ്പോൾ അത് വെറും വിനോദമായിരുന്നില്ല, മറിച്ച് നമ്മുടെ തന്നെ ജീവിതമായിരുന്നു. അതുവരെ കൊണ്ടുനടന്ന സിനിമയിലെ കൃത്രിമമായ ഭാഷയല്ല അദ്ദേഹം സംസാരിച്ചത്. കണ്ണൂരിലെയും മലബാറിലെയും നാട്ടുംപുറങ്ങളിലെ ആ പഴയ ചായക്കടകളിൽ കേട്ടിരുന്ന ആർക്കും മനസ്സിലാകുന്ന ഒട്ടും പകിട്ടില്ലാത്ത ലളിതമായ ഭാഷയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പോളണ്ടിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറയുമ്പോഴും ദാസ ഏതാ ഈ രാജ്യം എന്ന് ചോദിക്കുമ്പോഴും അതിൽ മലയാളിക്ക് സുപരിചിതമായ ഒരു നാട്ടുപച്ചയുണ്ടായിരുന്നു. ആ വരികൾ എഴുതാൻ വലിയ പണ്ഡിതനാകണമെന്നല്ല, മറിച്ച് തന്റെ നാടിനെ നെഞ്ചോട് ചേർക്കുന്ന ഒരു യഥാർത്ഥ നാട്ടുംപുറത്തുകാരനാകണം എന്ന് അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹം പോയി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇന്നും ഓരോ സാധാരണക്കാരന്റെയും സംഭാഷണങ്ങളിൽ ശ്രീനിവാസൻ കടന്നു വരുന്നുണ്ട്. ഓരോ പരാജയത്തിലും ദാസനെയും വിജയനെയും ഓർത്ത് നമ്മൾ ആശ്വസിക്കുന്നു. ഓരോ രാഷ്ട്രീയ ചർച്ചകളിലും സന്ദേശത്തിലെ വരികൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നു. സിനിമയിലെ ആഡംബരങ്ങളിലേക്ക് കൂടുമാറിയപ്പോഴും തന്റെ ഉള്ളിലെ പച്ചയായ നാട്ടുംപുറത്തുകാരനെ അദ്ദേഹം കൈവിട്ടില്ല. ആ ലളിതമായ ജീവിതമാണ് അദ്ദേഹത്തെ ജനപ്രിയനാക്കിയത്. മദുരാശിയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് ശ്രീനിവാസൻ എന്ന നടനും എഴുത്തുകാരനും പിറവിയെടുത്തത് അദ്ദേഹത്തിന്റെ ജന്മനാടായ പാട്യത്തെ വെള്ളരി നാടകങ്ങളിലൂടെയാണ്. കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിൽ കരിന്തിരി കത്തുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ നടന്ന ആ രാത്രികാല നാടകങ്ങളാണ് അദ്ദേഹത്തിലെ കലാകാരനെ ഉണർത്തിയത്. കഷ്ടപ്പാടിന്റെയും വിയർപ്പിന്റെയും മണമുള്ള ആ നാടകവേദികളിൽ നിന്നാണ് സാധാരണക്കാരന്റെ ഭാഷ അദ്ദേഹം പഠിച്ചെടുത്തത്. ലോകത്തിന്റെ ഏത് കോണിലെത്തിയാലും എത്ര വലിയ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയാലും തന്റെ പാട്യത്തെയും അവിടുത്തെ മനുഷ്യരെയും അദ്ദേഹം മറന്നില്ല. പച്ചയായ മനുഷ്യരെ അദ്ദേഹം സിനിമയിലേക്ക് പകർത്തിയപ്പോൾ അതിൽ പാട്യത്തെ പഴയ വെള്ളരി നാടകങ്ങളുടെ ശൈലിയുണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കുന്ന നാട്ടുഭാഷയുടെ നിഷ്കളങ്കതയുണ്ടായിരുന്നു. പാട്യത്തിന്റെ അഭിമാനമായ ആ വലിയ മനുഷ്യൻ യാത്രയാകുമ്പോൾ
അദ്ദേഹം നമുക്ക് ബാക്കി വെച്ചു പോകുന്നത് ഒരു വലിയ ചരിത്രമാണ്. പാട്യത്തിന്റെ മണ്ണിൽ നിന്നും തുടങ്ങിയ യാത്ര മലയാള സിനിമയുടെ നെറുകയിലാണ് അവസാനിച്ചത്. കുടുംബപുരാണം എന്ന സിനിമയിൽ അദ്ദേഹം പറയുന്നുണ്ട്, കാലോന്നത്ത് വയലിലെ വെള്ളരിപ്പന്തലിൽ നിന്ന് തുടങ്ങിയതാണ് എന്റെ നാടക ജീവിതമെന്ന്. നടുവകത്തെ അയലിന്മേൽ വെള്ളത്തുണി ഞാത്തിയിടും, പഞ്ഞികൊണ്ട് മീശയും താടിയും വെക്കും. നിഴൽ നാടകം. അമ്മയാണ് എന്നും കാഴ്ചക്കാരി. എനിക്കന്ന് 5 വയസ്സാ. ഇത്രയും കൂടി വലുതായപ്പോ കാലോന്നത്ത് വയലിലെ വെള്ളരിപ്പന്തലിലേക്ക് അരങ്ങ് മാറ്റി. വിഷമമാണ്. ഒരു സുപ്രഭാതത്തിൽ അഭിനയത്തോട് വിട പറയണമെന്നൊക്കെ പറഞ്ഞാല് എനിക്കത് സാധിക്കില്ല. സിനിമയുടെ തിരക്കഥയ്ക്കപ്പുറം തന്റെ ജീവിതത്തിന്റെ ആദ്യ അധ്യായം എഴുതപ്പെട്ടത് ഈ വയൽവരമ്പുകളിലാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. പാട്യത്തെ മണ്ണിന്റെ മണവും വെള്ളരിപ്പന്തലിന്റെ ആവേശവുമാണ് അദ്ദേഹത്തിന് പിൽക്കാലത്ത് ലോകം വണങ്ങുന്ന കഥകൾ എഴുതാനുള്ള കരുത്തായത്. കൊയ്ത്തു കഴിഞ്ഞ പാട്യത്തെ കാലോന്നത്ത് വയലിൽ കെട്ടിയുയർത്തിയ ആ വെള്ളരിപ്പന്തലുകൾ വെറുമൊരു വേദിയായിരുന്നില്ല. അവിടെയായിരുന്നു ശ്രീനിവാസൻ എന്ന നടന്റെ ജനനം. നാട്ടുകാർക്ക് മുന്നിൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ തന്റെ ഉള്ളിൽ ഒരു വലിയ ലോകമുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത് ആ പന്തലുകളിൽ വെച്ചാണ്. പ്രിയപ്പെട്ട ശ്രീനേട്ട, അങ്ങ് പറഞ്ഞു തന്നത് ഞങ്ങളുടെ തന്നെ കഥകളായിരുന്നു. ഞങ്ങളുടെ സങ്കടങ്ങളെ നോക്കി ചിരിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചത് നിങ്ങളാണ്. മലയാള സിനിമയുടെ ചരിത്രം മാറ്റിയെഴുതിയ ശ്രീനിവാസൻ എന്ന പ്രതിഭയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ അത് കേവലം ഒരു നടന്റെയോ തിരക്കഥാകൃത്തിന്റെയോ കഥയല്ല, മറിച്ച് കൃത്യമായ ലക്ഷ്യബോധത്തോടെ ഒരു മനുഷ്യൻ നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിന്റെ കഥയാണ്. പാട്യത്തിന്റെ മണ്ണിൽ നിന്ന് തുടങ്ങിയ ആ യാത്രയിൽ അദ്ദേഹത്തിന് തുണയായ മനുഷ്യരെയും അദ്ദേഹം സൃഷ്ടിച്ച വിപ്ലവങ്ങളെയും നമുക്കിന്ന് നന്ദിയോടെ ഓർമ്മിക്കാം. ശ്രീനിവാസൻ എന്ന കലാകാരനെ വാർത്തെടുക്കുന്നതിൽ 2 വ്യക്തിത്വങ്ങൾ ചെറുതല്ലാത്ത പങ്കുവഹിച്ചു. മദ്രാശി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വൈസ് പ്രിൻസിപ്പലായിരുന്ന പാട്യം പ്രഭാകരൻ മാഷും പാട്യനാട്ടിലെ നാടകകലയുടെ തട്ടകമായിരുന്ന മാണിയാറത്ത് രവീന്ദ്രനാഥും. പ്രഭാകരൻ മാഷ് അദ്ദേഹത്തിന് സിനിമയുടെ വലിയ ലോകത്തേക്കുള്ള വാതിലുകൾ കാണിച്ചു കൊടുത്തപ്പോൾ മണിയാറത്ത് രവീന്ദ്രനാഥിന്റെ വീട് ആദ്യകാല നാടകങ്ങളുടെ പരീക്ഷണശാലയായി മാറി. കൽപ്പന തിയേറ്റേഴ്സ് എന്ന നാടക സംഘം അദ്ദേഹത്തിന് ചിറകുകൾ നൽകി. സിനിമയിലെത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം സമൂഹത്തോട് സംവദിച്ചു തുടങ്ങിയത് തന്റെ നാടകങ്ങളിലൂടെയാണ്. അത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അദ്ദേഹം ആരംഭിച്ചു. ശ്രീനിവാസനെ വിജയത്തിന്റെ കൊടുമുടിയിലെത്തിച്ചത് അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ലക്ഷ്യബോധമാണ്. കഷ്ടപ്പാടുകൾ നിറഞ്ഞ സാഹചര്യങ്ങളിലും തന്റെ വഴി കലയാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രതിബന്ധങ്ങളെ പരിഹാസം കൊണ്ട് നേരിടാനും സത്യങ്ങൾ ഭയമില്ലാതെ തുറന്നു പറയാനുമുള്ള ആർജവം അദ്ദേഹം നേടിയെടുത്തത് ഈ ലക്ഷ്യബോധത്തിൽ നിന്നാണ്. അക്കാലത്ത് യുവാക്കൾ നേരിട്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ തൊഴിലില്ലായ്മയെക്കുറിച്ച് അദ്ദേഹം രചിച്ച ചാവേർപ്പട എന്ന നാടകം ഒരു വലിയ ചർച്ചയായി മാറി. വിശപ്പിന്റെയും നിരാശയുടെയും രാഷ്ട്രീയമാണ് അദ്ദേഹം അതിലൂടെ പങ്കുവച്ചത്. എന്നാൽ മലയാള നാടകവേദിയിലെ സങ്കല്പങ്ങളെ അടിമുടി പൊളിച്ചെഴുതിയത് ജനിമൃതി എന്ന ശ്രദ്ധേയമായ നാടകമായിരുന്നു. അന്നുവരെയുള്ള പതിവ് നാടകശൈലികളിൽ നിന്ന് മാറി സഞ്ചരിച്ച ഈ കൃതി കുന്നംകുളം നാടകോത്സവത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഒരുപാട് വേദികളിൽ അവതരിപ്പിക്കുകയും നിരവധി ക്യാഷ് അവാർഡുകൾ നേടുകയും ചെയ്ത ജനിമൃതി ശ്രീനിവാസൻ എന്ന രചയിതാവിനും നടനും മലയാള കലാലോകം നൽകിയ ആദ്യത്തെ വലിയ അംഗീകാരമായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ കാലോന്നത്ത് വയലിലെ വെള്ളരിപ്പന്തലിൽ നിന്ന് തുടങ്ങിയ ആ കലാജീവിതം പിന്നീട് കുടുംബപുരാണം പോലുള്ള സിനിമകളിലൂടെ മലയാളിക്ക് സ്വന്തം ജീവിതാനുഭവങ്ങളായി മാറി. കൽപ്പന തിയേറ്റേഴ്സിലൂടെ പാട്യത്തെ മണ്ണിൽ വിതച്ച ആ വിത്തുകളാണ് പിന്നീട് മലയാള സിനിമയുടെ വടവൃക്ഷമായി വളർന്നത്. സൗഹൃദത്തിന്റെ മഹത്വവും ലാളിത്യത്തിന്റെ സൗന്ദര്യവും പറയുന്ന മനോഹരമായ കാവ്യം കഥ പറയുമ്പോൾ ബാലനെന്ന സാധാരണക്കാരനായ ബാർബർക്കും സൂപ്പർ സ്റ്റാർ അശോക് രാജിനും ഇടയിലുള്ള ആത്മബന്ധത്തിലൂടെ പദവികൾക്കും പണത്തിനുമപ്പുറം മനുഷ്യത്വത്തിനാണ് വിലയെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു. തന്റെ ദാരിദ്ര്യത്തിലും അന്തസ്സുയർത്തിപ്പിടിക്കുന്ന ബാലൻ എന്ന കഥാപാത്രം ശ്രീനിവാസന്റെ തൂലികയിൽ വിരിഞ്ഞ ഏറ്റവും മികച്ച രൂപങ്ങളിലൊന്നാണ്. ഈ സിനിമ സംവിധാനം ചെയ്തത് പാട്യംനാടിന്റെ മറ്റൊരു അഭിമാനമായ ശ്രീ എം മോഹനനാണ്. മലയാള സിനിമയിലെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ സമയത്തെ ഭൂരിഭാഗം ജനപ്രിയ സിനിമകളും ശ്രീനിവാസന്റെ തൂലികയിൽ നിന്നും പിറന്നതാണ്. സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെ ചിത്രങ്ങൾ, ഈ കൂട്ടുകെട്ടാണ് മലയാളികൾക്ക് മറക്കാനാവാത്ത മികച്ച ഹിറ്റുകളും സമ്മാനിച്ചത്. സന്ദേശം, നാടോടിക്കാറ്റ്, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, പട്ടണപ്രവേശം, വരവേൽപ്പ്, അങ്ങനെ ഒരുപാട് സിനിമകൾ. ശ്രീനിവാസൻ എന്ന കലാകാരൻ ഇന്നും നമ്മെ വിസ്മയിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലെ മൂർച്ച കൊണ്ടും ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് കൊണ്ടുമാണ്. പാട്യത്തെ ആ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യൻ സിനിമയുടെ ഉന്നതിയിലെത്തിയപ്പോഴും അദ്ദേഹം തന്റെ വേരുകൾ മറന്നില്ല. ആ വെള്ളരി നാടകങ്ങളിലെ ആവേശവും സാധാരണക്കാരന്റെ ഭാഷയും എന്നും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നു. അനശ്വരമായ ആ കലയ്ക്കും കഠിനാധ്വാനത്തിനു മുന്നിൽ നമുക്ക് നമ്മുടെ സ്നേഹമർപ്പിക്കാം. മണ്ണ് തൊട്ടറിഞ്ഞ, മനുഷ്യരെ അറിഞ്ഞ ആ തൂലിക ഇനി ചലിക്കില്ല എന്നറിയുമ്പോൾ ഉള്ളിലൊരു വലിയ വിങ്ങലുണ്ട്. എങ്കിലും ഈ നാട്ടിൻ പുറത്തെ കാറ്റിലും സംസാരത്തിലും അങ്ങുണ്ടാവും. നിങ്ങൾ ബാക്കി വെച്ചു പോയത് ഒരിക്കലും നികത്താനാവാത്ത ഒരു വലിയ ശൂന്യതയാണ്. ഓരോ തവണ സന്ദേശവും നാടോടിക്കാറ്റും കാണുമ്പോഴും ഞങ്ങൾ ഇനിയും ചിരിക്കും. പക്ഷേ ആ ചിരിക്കിടയിൽ ഒരു നീറ്റലായി
അങ്ങയുടെ മുഖം ഞങ്ങളുടെ മനസ്സിലുണ്ടാകും. അങ്ങയുടെ ശരീരം മണ്ണിലേക്ക് മടങ്ങുമ്പോഴും അങ്ങയുടെ തൂലികയിൽ നിന്ന് പിറന്ന ആ മഹാത്ഭുതങ്ങൾ ഇനിയും മനുഷ്യനും ജീവിതവുമുള്ള കാലത്തോളം നമ്മെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കും. മലയാളമുള്ളിടത്തോളം, മലയാള സിനിമയുള്ളിടത്തോളം കാലം മലയാള സിനിമയുടെ ശ്രീയായി ആ പേര് എന്നും നിലനിൽക്കും. എല്ലാ കല്ലിലും ശില്പമുണ്ട്. നാം അതറിയുന്നത് ഒരു ശില്പി അയാളുടെ പണിയായുധങ്ങൾ ഉപയോഗിച്ച് ആ കല്ലിൽ നിന്ന് ശില്പത്തെ വേർതിരിച്ചെടുക്കുമ്പോഴാണ്. നമ്മുടെ അറിവില്ലായ്മകളിൽ നിന്ന്, നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മളിലെ നന്മയെ ചികഞ്ഞെടുക്കുന്ന ശില്പി നമ്മുടെ തന്നെ അനുഭവങ്ങളാണ്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ തരം ആശയങ്ങൾ നമ്മളിൽ സ്വാധീനം ചെലുത്തും. ഒരു പ്രായത്തിൽ നമ്മൾ വിപ്ലവകാരിയാവും, രക്ഷിതാക്കളെ എതിർക്കും, ദൈവത്തെ നിഷേധിക്കും, യുക്തിവാദിയാകും. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ വീണ്ടും ദൈവവിശ്വാസിയായേക്കാം. പിന്നൊരു ഘട്ടത്തിൽ തത്വജ്ഞാനിയാകും. ഒടുവിൽ അതും വേണ്ടെന്ന് വെക്കും. അങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെയാണ് നമ്മൾ യഥാർത്ഥ നമ്മളാകുന്നത്. ഇനി നമുക്ക് നാളെ കാണാം.